സ്കോട്ടിഷ് മല്ലുവിന്റെ ഒരു ഇതിലാണ് നമ്മൾ അവരുടെ ഒരു പാക്കേജ് എടുത്തിട്ടാണ് നമ്മൾ പോയെ. കൂടെ ഒരു ഗൈഡും ഉണ്ടായിരുന്നു. ജേർണി ആണോ ഡെസ്റ്റിനേഷൻ ആണോ ഇഷ്ടം? ഞാനിങ്ങനെ സ്വയം ഓർത്തു മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ഓഫൻസുകളായ ഓഫ് ലൈസൻസുകൾ മൊത്തം കയറുന്നുണ്ട്. വെൽക്കം ബാക്ക് ടു അവർ പോഡ്കാസ്റ്റ്. കുറെ കാലമായിരുന്നു നമ്മൾ പോഡ്കാസ്റ്റ് എടുത്തിട്ട്. കുറച്ചധികം നമ്മൾ പിന്നെ അതിന്റെ ഇടയ്ക്ക് ട്രിപ്പൊക്കെ പോയി. സ്കോട്ട്ലൻഡ് പോയി. നമ്മൾ കഴിഞ്ഞ ഒരു 3-4 പോഡ്കാസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് സ്കോട്ട്ലൻഡ് പോയത്. ഫൈനലി നമ്മളത് പോയി. ഒരു 4 days 3 nights. അത്യാവശ്യം നല്ലൊരു നമ്മള് എവിടെയൊക്കെ പോയി, ഹൈലാൻഡ്സ് പോയി, എഡിൻബറയിൽ സ്റ്റാർട്ട് ചെയ്തു. ഐൽ ഓഫ് സ്കൈ, ഇൻവർണസ് വന്നു. എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? എങ്ങനെയുണ്ടായിരുന്നു? ട്രിപ്പ് കൊള്ളായിരുന്നു. ഒരു നല്ലൊരു നമ്മുടെ ഒരു ലൈഫ് ടൈമിൽ നമ്മൾ എന്നും ഓർമ്മിക്കാൻ പറ്റിയ കുറെ നിമിഷങ്ങളും. പിന്നെ നമ്മൾ അത്യാവശ്യം കുറച്ചധികം ആൾക്കാരായിട്ടാണ് പോയത്. നമ്മള് ആദ്യം നമുക്ക് തീരുമാനിച്ചു നമുക്ക് ആർക്കും ഒരുമിച്ചൊരു വണ്ടിയിൽ അത്യാവശ്യം നല്ലൊരു വാൻ. നമ്മള് 12 പേരുണ്ടായിരുന്നു. നമ്മൾ ആദ്യം കഴിഞ്ഞപ്പോൾ കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ പോയി കുറച്ച് പേര്. ആ ടൈമിൽ നാട്ടിൽ പോയി. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത ആ ടൈമിൽ എന്ന് പറഞ്ഞാൽ കുറച്ചധികം ആൾക്കാർ നാട്ടിൽ പോയി. പിന്നെ അവർ തിരിച്ചറിയാൻ നമ്മൾ കുറച്ച് പോസ്റ്റ്പോൺ ചെയ്തു. പിന്നെ ആ ടൈമായപ്പോൾ അടുത്ത ബാച്ച് നാട്ടിൽ പോയി. പിന്നെ കുറച്ച് പേർക്ക് ഷിഫ്റ്റ് കാര്യങ്ങൾ, പലരും ഒരേ സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന കുറെ പേര്. അപ്പോ അവിടുന്ന് എല്ലാരും പോയി കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞു. എന്നിട്ടും സ്കോട്ട്ലൻഡിലേക്ക് പോവാണ്ട് നമ്മൾ ആദ്യം നമ്മുടേതായ ഒരു പ്ലാനിങ്ങിൽ പോവാന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് അവിടെ ഒരു റീൽസിലൊക്കെ കണ്ടപ്പോൾ ലൈക്ക് അവരെ കോണ്ടാക്ട് ചെയ്തു. നാടോഡീസ് ഞങ്ങളുടെ അവരുടെ ഒരു അങ്ങനെ എന്തോ കമ്പനി, സ്കോട്ടിഷ് മല്ലുവിന്റെ ഒരു ഇതിലാണ് നമ്മൾ അവരുടെ ഒരു പാക്കേജ് എടുത്തിട്ടാണ് നമ്മൾ പോയെ. ഗൈഡും ഉണ്ടായിരുന്നു. അപ്പോ അവരുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി സ്ഥലം നമ്മൾ പ്ലാൻ ചെയ്യുന്നേക്കാളും കൂടുതൽ കാണാൻ പറ്റി. കവർ ചെയ്യില്ല. പിന്നെ നമ്മള് കുറച്ച് കാര്യങ്ങളും ചെയ്യില്ലായിരുന്നു. കേബിൾ കാർ റൈഡൊക്കെ നമുക്ക് ഈ റീല് കണ്ടുള്ള പരിചയവും ആ ഒരു പരിചയമുള്ളൂ. സ്കോട്ട്ലൻഡിൽ പോയ ആരും ചൈനാസ് പോയിട്ടുണ്ട്. അതിനകത്ത് മാത്രം നമ്മുടെ പോയിട്ടായിരുന്നു. അപ്പൊ നമുക്കൊരു ഐഡിയ. അപ്പൊ നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്തു. പിന്നെ പലരും ചോദിച്ചു ഇങ്ങനെ നമ്മളൊരു ട്രാവൽ ഏജൻസിനെ നമ്മൾ അങ്ങനെ പോകേണ്ട ആവശ്യമുണ്ടോ നമ്മളോട് പലരും ചോദിച്ചത്. നമ്മള് ഒരു 12 പേരുണ്ടായിരുന്നു നമ്മള്. അപ്പൊ നമുക്ക് 12 പേർക്ക് ഒരുമിച്ച് സ്റ്റേ വേണം. നമുക്ക് അങ്ങനെ കുറച്ച് ഡിമാൻഡ്സ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് എയർബിഎൻബിയിലും അങ്ങനെ ഓരോ സൈറ്റുകൾ നോക്കുമ്പോൾ 12 പേർക്ക് ഒരിക്കലും ഒരുമിച്ച് സ്റ്റേ കിട്ടാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര എക്സ്പെൻസും കൂടുതലായിരിക്കും. അപ്പൊ അതാണ് ഒരു മെയിൻ കാര്യം. നമുക്ക് അത്യാവശ്യം ദിവസമുണ്ട്. ഇത്ര ദിവസം ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. ചുമ്മാ ഒരു സ്ഥലത്ത് പോയി കുറെ നേരം നിൽക്കുന്ന പോലെ. ഞാൻ പറഞ്ഞാല് ഇപ്പം കോച്ച് കൂടെ ഉണ്ടായിട്ടും നമ്മൾ ഓരോ സ്ഥലത്ത് ഗൈഡ് കൂടെ ഉണ്ടായിരുന്നിട്ട് നമ്മൾ ഓരോ സ്ഥലത്ത് സ്പെൻഡ് ചെയ്ത് നമ്മൾ കൂടുതലായി. അപ്പൊ അങ്ങനെ ഒരാൾ ഇല്ലാതെ ആദ്യം പുള്ളി നമ്മുടെ അടുത്ത് പറയും ഇത്ര സമയത്ത് അവസാനം പിന്നെ പുള്ളി എങ്ങനെ ഇരിക്കും. പിന്നെ നമ്മള് മറ്റേ കാറിൽ ഞാൻ പോയപ്പോഴത്തേക്കും നമ്മുടെ കാറിലുണ്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞു നേരാസ് ഒന്ന് പറയണം. ഞാൻ പറഞ്ഞു അവരത്രയില്ല, നേരാസ് ഒന്ന് സ്ട്രോങ് ആയിട്ട് പറയണം. ട്രിപ്പ് മൊത്തത്തിലൊരു നല്ലൊരു എക്സ്പീരിയൻസ്, ഒരു ബ്രേക്ക് ആയിരുന്നു. എല്ലാവർക്കും ലൈക്ക് കുറെ പേര് അടുപ്പിച്ച് ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞാൻ ഇത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വർക്കിന് കയറിയപ്പോൾ എൻ്റെ അടുത്ത് അവിടുത്തെ ആൾക്കാർ പോയിട്ട് വന്നപ്പോൾ കുറച്ച് പ്രൊഡക്റ്റീവായി കുറച്ച് ഉന്മേഷമായിരുന്നു. എന്നോട് ഞാൻ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഷിഫ്റ്റിൽ കയറി വന്നപ്പോൾ ചെന്നാനായിട്ട് എന്നോട് ചോദിച്ചു ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു. ഞാൻ അടിപൊളിയാണെന്ന് പറയും. അപ്പൊ എൻ്റെ കൊളീഗ് എന്നോട് പറയാം
ആ മുഖത്തേക്ക് നോക്കിയാൽ ചിരി കണ്ടാലേ അറിയില്ലേ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അല്ല എന്റെ അടുത്തല്ല വിനായകന്റെ അടുത്ത് പോയി പറഞ്ഞു നിനക്ക് സ്കോട്ട്ലൻഡ് പോയിട്ട് എങ്ങനെയുണ്ട് കുഴപ്പമില്ല എന്റെ കൂട്ടുകാരൻ അവിടെ ചാടി തുണി വിനായകൻ സ്കോട്ട്ലൻഡിൽ പറഞ്ഞോടെ. അല്ല അവനോട് അവനോട് പറഞ്ഞു കുറെ പേര് അമ്മൂമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞ് നാട്ടിൽ പോവാന്ന് മറ്റേ ചേച്ചി അയർലൻഡിൽ എന്റെ ചേച്ചിയുണ്ട് ചേച്ചിക്ക് തീരെ വയ്യ ചേച്ചിന് വയ്യാഴികയല്ല ചേച്ചിയുടെ മക്കളെ നോക്കാൻ ചേച്ചിക്ക് ഓപ്പറേഷനാ മക്കളെ നോക്കാൻ ഒരാള് വേണം ഞാൻ ഒരാഴ്ചത്തേക്ക് പോവാന്ന് പറഞ്ഞു. അവര് നോക്കുമ്പോ ഞാൻ വിനായകനും സാറ് ഒരേ ദിവസം മനസ്സിലായിട്ടേ ഉണ്ടാവില്ല. ഞാൻ പറയും ചെയ്തു വേറെ ഫ്രണ്ട്സിന്റെ കൂടെ പോകും. ഞാൻ പറഞ്ഞു നമുക്ക് ഇനി അടുത്ത ചെക്കണം നമ്മുടെ പലരുടെയും സൗഹൃദത്തോളം തന്നെ പഴക്കമുണ്ട് ഇതിന്റെ പ്ലാനിങ്ങിന്. നമ്മൾ പ്ലാനിങ് ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ വന്ന പലരും UK എത്തിയിട്ടില്ല. ഞങ്ങള് വന്നപ്പോ തൊട്ടുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു. അതെ ഞങ്ങള് വന്നപ്പോ ഞങ്ങൾക്ക് അവിടെ ഉണ്ട് ആദ്യത്തെ ആ ഒരു പ്ലാനിങ് വെച്ചാൽ നമ്മള് ഇവിടെ വന്നിട്ട് നമുക്ക് നാട്ടിലെ കുറെ ഫങ്ഷൻസ് മിസ് ചെയ്യുന്നത് അപ്പൊ നമ്മള് ഒരു പോയിന്റ് ചെയ്യുമ്പോ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡായി. ഞങ്ങളന്ന് സിൽവർ സ്ട്രീറ്റിലായിരുന്നു. ഇപ്പൊ ഞങ്ങളവിടെ 8 പേരുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ സ്ട്രെസ്ഡായി. അപ്പോൾ ആണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്ന അൻസാർ സംസാരിക്കുമ്പോൾ അപ്പൊ ഞാൻ പറഞ്ഞു ഒരു മല കയറി വന്നാൽ നമ്മുടെ പ്രശ്നം നമ്മളൊരു ഇത് മാറുന്നു. അപ്പോ നമുക്ക് ഇവിടെ അടുത്ത് പീക്ക് ഡിസ്ട്രിക്റ്റ് ഉണ്ടെന്നോ അടുത്ത് ലേക്ക് ഡിസ്ട്രിക്റ്റ് ഉണ്ടോന്നോ അറിയത്തില്ല. മല എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കോട്ട്ലൻഡ്. അങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് സ്കോട്ട്ലൻഡ് ട്രിപ്പ് പ്ലാൻ ചെയ്തത്. പിന്നെ നമ്മൾ വീട് മാറി അവർ രണ്ടണിക്ക് പോയി. പിന്നെ അടുത്ത വീട്ടിലേക്ക് വന്നു. അപ്പൊ അതൊരു നാട്ടില് അടുത്ത് എത്തി 2 ഇൻടേക്ക് കഴിഞ്ഞു അതിന്റെ ഇടയ്ക്ക്. അങ്ങനെ നമ്മളൊരു ഡ്രീം കുറെ കാലത്തൊരു ട്രിപ്പായിരുന്നു എല്ലാവരും. നമുക്ക് എല്ലാവർക്കും ഇതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ ആൾക്കാർ പറഞ്ഞില്ലേ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോഴോ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴോ അതൊരു സ്പെഷ്യൽ ഫീലിംഗ് ആയിരിക്കും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഇനി എത്ര തവണ സ്കോട്ട്ലൻഡ് പോയാലും ഇപ്പം വേറെ ഇപ്പൊ നാളെ വേറെ ഒരു വീട്ടിലൂടെ പോയാലും ഈ ഒരു ഫസ്റ്റ് ടൈം ഈ ഒരു പീപ്പിൾ അത് ഭയങ്കര ഒരു സ്പെഷ്യൽ. നമ്മളെപ്പോഴും അത് ചെറിഷ് ചെയ്യുന്ന ഒരു മെമ്മറി അല്ലെങ്കിൽ ഒരു മൊമെന്റ് ആയിരുന്നു. സ്കോട്ട്ലൻഡിൽ പോയിട്ട് ഏറ്റവും ഇഷ്ടമായ പ്ലേസസ് ആയിരുന്നു നിങ്ങൾക്ക്? ഇപ്പോൾ എനിക്ക് പോയാൽ ഏറ്റവും ഇഷ്ടമായതെന്ന് വെക്കാൻ മറ്റേ ട്രക്കിങ്ങും കേബിൾ കാറുമാണ്. ചെയർലിഫ്റ്റ് അതായിരുന്നു മറ്റേ സ്കീയിങ്ങിന്റെ അവിടെ ഉള്ള അത് നമ്മൾ പോയ ടൈമിൽ ആ മഞ്ഞും കൂടി ഉള്ളതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഫീൽ തന്നെയായിരുന്നു. എനിക്കും അത് നല്ല ഇഷ്ടപ്പെട്ടു. ഈ അതിന്റെ ഒരു പോയിന്റ് ഉണ്ട്. പക്ഷെ നമ്മള് ആ ഡേ നമ്മുടെ സെക്കൻഡ് ഡേ ആണ് നമ്മൾ കേബിൾ ചെയർ സെക്കൻഡ് ഡേ നമ്മൾ ഇറങ്ങുമ്പോൾ തൊട്ട് നമ്മൾ ലേറ്റ് ആണ്. നമ്മൾ ഓരോ നമ്മുടെ പോയിന്റിലും നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഗൈഡുമായിട്ട് സംസാരിച്ച് അപ്പോൾ അന്ന് ഞാൻ ചെറിയ നമ്മുടെ കാറിലാണ്. അപ്പോൾ ഗൈഡ് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെറിയ സംസാരിച്ചപ്പോൾ നമ്മൾ അപ്പോൾ നമുക്ക് ഹാരി പോട്ടറിന്റെ പാലത്തിന്റെ അതെ അപ്പൊ നമുക്ക് അത് കാണണം എന്നൊരു ആഗ്രഹമുണ്ട്. നമ്മൾ പോയ സമയത്ത് നേരത്തെ നമ്മൾ പോയ സമയത്ത് നേരത്തെ ഇരുട്ടാവും. എത്ര 4 മണിക്ക് 5 മണിക്ക് ഇരുട്ടാവും. ഇല്ല 5 മണിക്കാവും. അപ്പോൾ നമ്മളൊരു പ്ലാനിങ് വെച്ച് നമ്മൾ 5 മണി കഴിഞ്ഞിട്ട് അവിടെ എത്തുള്ളൂ. അപ്പൊ ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞു നമുക്ക് ആ കേബിൾ ചെയർ ക്യാൻസൽ ചെയ്താലും നമുക്ക് നേരെ നമ്മൾ നേരെ നമുക്ക് ബ്രിഡ്ജിലേക്ക് പോവാം. അപ്പോ ആരോ പറഞ്ഞു വേണ്ട അത് മിസ്സാക്കണ്ട നമുക്ക് എന്തായാലും പോവാം. ഞാൻ എനിക്ക് 2-3 വട്ടം ഞാൻ അവർക്ക് പറഞ്ഞു നമുക്ക് ക്യാൻസൽ ചെയ്യാം നമുക്കത് വേണ്ട. അതെ നമുക്ക് ഇത് ബ്രിഡ്ജ് കാണാൻ പോവാന്നുള്ളൊരു ഇത് പട്ടണോടൊക്കെ ഞാൻ പറയുന്നുണ്ട് ബ്രിഡ്ജ് കാണാൻ നേരെ പോവാം കേബിൾ ചെയർ കയറണ്ടായിരുന്നു. പക്ഷെ അത് മിസ്സായിരുന്നെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഞങ്ങളിങ്ങനെ ചെറിയ പോയിക്കൊണ്ടിരിക്കും. ഞാൻ വീട്ടിലേക്ക് ഞാൻ വീട്ടിലേക്ക് ചെയ്തില്ല. ഞാൻ വീട്ടിലേക്ക് വിളിച്ചിട്ട് എനിക്കുണ്ടല്ലോ അത് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം സാധാരണ നമ്മൾ വാട്ടർഫോൾ കാണുന്നത് താഴെ നിന്ന് മേളിൽ നിന്ന് താഴേക്ക് നിന്ന്. അത് നമ്മൾ അട്ടക്കടയിലൊക്കെ പോകുമ്പോൾ കാണുന്ന മേളിൽ നിന്ന് താഴേക്ക് നിന്ന്. ഇത് നമ്മള്
മൊത്തം നമ്മൾ കണ്ടിങ്ങനെ കേറുന്നു. അത് ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. തുടക്കം എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു. എനിക്ക് പേടി വെച്ചാൽ സാധനം കുലുങ്ങുന്ന കാണും. ആ തുടക്കത്തിൽ ആ ഒരു അവിടെ എത്തുമ്പോ അതൊരു വൈബ്രേറ്റ് ചെയ്യും. പിന്നെ നോക്കിയിട്ട് ഇതൊന്നും അവസാനിക്കുന്നില്ല. ഇത് ഇങ്ങനെ കിടക്കുക. പക്ഷെ ഇത് ഇത്ര ഹൈറ്റിക്ക് പോകാൻ തുടങ്ങിയപ്പോ ഒന്നാമത് കാര്യം കോട കാരണം നമുക്ക് കാണുന്നില്ല. നമ്മൾ അവിടെ എത്തുമ്പോ അത് കഴിയുന്ന വിചാരിച്ചു, ചെറിയൊരു സംഭവം വിചാരിച്ചു. ഇത് അതും കഴിഞ്ഞ മുകളിലേക്ക് 3 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ ഞാനത് എൻജോയ് ചെയ്ത് തുടങ്ങി. എനിക്ക് ഭയങ്കര ഒരു നല്ല രസമുണ്ട്. പിന്നെ ചാടി ഇറങ്ങുന്നതും അതൊക്കെ എനിക്ക് രസമായിരുന്നു. അത് ഭയങ്കര വലിയ സേഫ്റ്റി അത്തൊരു സാധനമാണ്. കണ്ടാൽ നമുക്ക് കേറാൻ പക്ഷെ പേടിയാണ്. നമ്മള് കേറി കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ അതിനെ കുറിച്ച് മറക്കും. നമ്മൾ ഇത്രയും സേഫ്റ്റി നമ്മള് തിരിഞ്ഞിട്ട് നമ്മൾ പുറത്തുള്ളവരെ ഹൈ കാണിക്കുന്നു, ഫ്രണ്ടിലുള്ളവരെ ഹൈ കാണിക്കുന്നു, ഫോട്ടോ. പിന്നെ ട്രക്കിങ് കൊള്ളായിരുന്നു. അത് നല്ലൊരു അത്യാവശ്യം നല്ലൊരു അഡ്വഞ്ചറസ് ആയിരുന്നു. അത് സംഭവം വെച്ചാല് അങ്ങോട്ട് ഞാൻ കാറിലായിരുന്നല്ലോ, കാറിന് ഡോർ തുറക്കാൻ പറ്റുന്നില്ല കാറ്റ് കാരണം. ഞാൻ ഓർത്തു ദൈവം ഇതെങ്ങനെ നമ്മള് കേറും. നമ്മള് ഫുൾ ജാക്കറ്റ്, ഗ്ലൗസ്, തൊപ്പി, തേർമൽസ് ഒക്കെ ഇട്ടിട്ട് പുറത്തിറങ്ങി നിൽക്കുക. പുറത്തിറങ്ങി നിൽക്കുമ്പോ നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല, കാറ്റ് മുകളിലേക്ക് നോക്കിയിട്ട് കാണാൻ പറ്റുന്നില്ല എങ്ങോട്ടാ കേറുന്നതെന്ന്. ഞാൻ നന്ദനെ ഏറ്റവും ബാക്കിലൂടെ ഞങ്ങളിങ്ങനെ നന്ദനിങ്ങനെ പറയാ കയ്യിലിങ്ങനെ കഷം കൊടുത്ത് നമ്മൾ കേറുക. ഇതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാറുണ്ട്. ഞങ്ങൾ എണ്ണിപ്പുറത്തി എത്തിയായിരുന്നു മുകളിലെത്തി കഴിഞ്ഞിട്ടുള്ളൂ. അവിടെ അത്ര വിൻഡോ ഉണ്ടായിരുന്നു. എത്ര 17 മൈൽസ് പെർ അവറിലുള്ള വിൻഡോ ഉണ്ടായിരുന്നു. കുറച്ച് ഡേഞ്ചറസ് ആയിരുന്നു. ആണോന്ന് വെച്ചാലായിരുന്നു. അത്യാവശ്യം ഒരു അഡ്വഞ്ചറസ് ആള് പറഞ്ഞു. ഫസ്റ്റ് പോയിന്റിന് സെക്കൻഡ് പോയിന്റിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി അഡ്വഞ്ചറസ് ആയിരിക്കും, കൂടുതലാണ് എല്ലാവരും ഒരുമിച്ച് കാരണം. അപ്പൊ ആള് പറഞ്ഞായിരുന്നു അത്ര പേടിയുള്ളവര് അടുത്തേക്ക് വരണ്ട, എല്ലാവരും വന്നായിരുന്നു. പിന്നെ നമുക്ക് കൺഫ്യൂഷൻ കുറച്ച് കഴിഞ്ഞപ്പോ നമുക്ക് ഈ ഫസ്റ്റ് പോയിന്റ് ഏതാ സെക്കൻഡ് പോയിന്റ് ഏതാ കൺഫ്യൂഷൻ. നമ്മൾ ഫസ്റ്റ് പോയിന്റ് കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് നമ്മൾ കഴിഞ്ഞു എന്നുള്ളത്. നമ്മൾ ഇത്ര പെട്ടെന്ന് എത്തുന്നു വിചാരിച്ചില്ല. അത്യാവശ്യം ഫേമസ് ഒരു ഇതും കൂടിയാന്ന് തോന്നുന്നു. കാരണം ഞാനിപ്പോ ലൈക്ക് ചുമ്മാ ഗൂഗിളിൽ വാൾപേപ്പർ അടിക്കുമ്പോ കുറെ അതിന്റെ ഫോട്ടോസ് കുറെ വരുന്നു ആൾക്കാർ പോയത്. അത്യാവശ്യം നല്ലതായിരുന്നു. നമ്മൾ ഓരോ പോയിന്റ് എത്തി കഴിയുമ്പോഴും കാണുന്ന വ്യൂ ഭയങ്കര ഏറ്റവും താഴെ നോക്കുമ്പോഴത്തേക്കിനും കടലാണ്. പിന്നെ കാണുമ്പോ മലയുടെ കുറച്ച് കടൽ, പിന്നെ മലയുടെ ഇടയ്ക്കുള്ള വെള്ളം എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ തിരിച്ച് നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കിനും ആ ഏറ്റവും താഴേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ഒരു പോയിന്റിൽ നമ്മൾ എത്തി ഭയങ്കര കാറ്റ് നമ്മൾ പറന്നത് ഇല്ലായിരുന്നു. നീ ആദ്യം ഇറങ്ങിയിട്ടുണ്ട്. ശരിക്കും കാറ്റൊന്ന് ലിറ്ററലി നമ്മൾ പറഞ്ഞു. നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് നിന്ന് അത് നല്ല രസമായിരുന്നു. ഞാനും വിനായകനും പോവാം. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് കുറച്ച് ഒരു ചെറിയ എന്തെങ്കിലും ഒരു ഹൈറ്റ് പോണ വഴിക്ക് നമ്മൾ ഈ നടപ്പാതെ ഇങ്ങനെ പോകുന്നു. സൈഡിലൊരു ഹൈറ്റുള്ള എന്തെങ്കിലും സാധനം ഉണ്ടാവും. അപ്പോൾ മേളിൽ കയറിയാലും അതിനെന്താ മേളിൽ കയറാനോ, ഞങ്ങളുടെ മേളിൽ കയറി കാറ്റ് പോകും. പിന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ഇവിടെ ഇറങ്ങാം. അപ്പം ഞങ്ങളവിടെ ഇരിക്കുകയാണ്. എണീറ്റ് നിന്നാൽ നമ്മളെ കാറ്റ് കൊണ്ടുപോകും. കാറ്റ് കൊണ്ടുപോകാന്ന് വെച്ചാൽ നമ്മൾ ആണ്ട് വിലയാണ്. ഞങ്ങളവിടെ ഇരുന്നു കാറ്റ് തീരുന്നവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഡ്രോൺ പറത്തിയപ്പോ ഡ്രോൺ വരെ കാറ്റ് നമ്മൾ ഡ്രോൺ കുറച്ചേരം വെയിറ്റ് ഇപ്പൊ കാറ്റില്ല. ഡ്രോൺ പറത്തു കാറ്റ് ഇറക്കുന്നു. അവസാനം രണ്ടും കളിപ്പിച്ച് ഡ്രോൺ പറത്തി കഴിഞ്ഞപ്പോ അത് അങ്ങോട്ട് ഞാൻ കൊണ്ടുപോകണതല്ല. പിന്നെ ഇനി പോണവർക്ക് എന്തെങ്കിലും ഒരു അഡ്വൈസ് എന്താ കൊടുക്കാണ്ടാവുക? അങ്ങനെയാണ് മറ്റേ 10 മണി കഴിഞ്ഞുള്ള സർക്കാരിന്റെ മദ്യനയത്തെ കുറിച്ചാണ് എനിക്ക് പറയാം. ശരി, അതൊരു ഇമ്പോർട്ടന്റ് സംഭവം. അതെ, നമ്മൾ സ്കോട്ട്ലൻഡിൽ പോയി ആരും ഇതുവരെ ഞാൻ പറഞ്ഞിട്ട് അത് ശരി, ആരും പറഞ്ഞില്ല. ഞാൻ ആദ്യം ഒരു കടയിൽ പോയി ചോദിച്ചപ്പോ ആ കടയിലത്തെ പ്രശ്നമായിരിക്കും വിചാരിച്ചത്. പിന്നെ അവര് പറഞ്ഞു തന്നു ഇതിവിടെ ഓഫീസുകളായ ഓഫ് ലൈസൻസുകൾ മൊത്തം കയറുന്നത്. അറിഞ്ഞത് 10 മണി കഴിഞ്ഞ് സ്കോട്ട്ലൻഡിൽ മദ്യം ശരിക്കും നമ്മൾ ആദ്യം ഓർക്കുന്നത് എഡിൻബറ മാത്രം. അല്ല ശരി, എഡിൻബറ മാത്രമാണ് വിചാരിച്ചത്. ഇൻവെർണസിലും പോയപ്പോ കിട്ടിയില്ല. അതെ, എന്നുവെച്ചാ അവിടുത്തെ ബാറിലോ പബ്ബിലോ നമുക്ക് മദ്യം കഴിക്കാം. ശരി, ബാറിലോ പബ്ബിലൊക്കെ കിട്ടും. ഒരു ടൂറിസം പ്രൊമോഷനാണ്.
അല്ല അവിടെ കിട്ടുന്ന പറഞ്ഞവര് കൈൻഡ് ഓഫ് ടൂറിസം പ്രൊമോഷൻ ആണ്. കൂടുതൽ ആൾക്കാർ റൂമിലിരുന്ന് പക്ഷെ നമ്മള് ബാറിൽ പോയി മദ്യപിക്കുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ടാക്സ് കാര്യങ്ങള് അതാണ് അതിന്റെ ആ ഒരു ബാക്കിലുള്ള ഒരു അത് നമ്മൾ ഇൻവെർണസിൽ എത്തിയപ്പോഴാണ് പലർക്കും ഒരു ബോധോദയം ഉണ്ടായത്. കോർട്ടന്റ് വന്നിട്ട് സ്കോച്ച് വിസി കഴിച്ചില്ല. പിന്നെ അടുത്തുള്ള ഒരു ടെസ്റ്റോയിൽ പോയപ്പോഴാണ് നമ്മൾ വീണ്ടും 10 മണി കഴിഞ്ഞു. അപ്പോഴാണ് നമ്മുടെ പഴയ സുഹൃത്തുക്കൾക്കാണ് എനിക്ക് എഡിൻബറയിൽ പോയിട്ട് ഇതേ അനുഭവം ഉണ്ടായിരുന്നു. ഇല്ല അതിനു മുമ്പ് ഞാൻ സമയം നോക്കിയില്ല. അവര് ടെസ്റ്റോയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴാണ് ഓർക്കണേ ഇങ്ങനെയൊരു പ്രശ്നം. അതുപോലെ തന്നെ പോർട്ടിന്റെ കാര്യം പറയണം. അതന്നെ നമ്മുടെ ഐ ഓഫ് സ്കൈയിലുള്ള ഒരു സ്ഥലമാണ് പോർട്രി. പോർട്രി ഐ ഓഫ് സ്കൈ പോകുന്ന പോർട്രി ഹാർബർ അതൊരു സ്റ്റോപ്പാണ്. പോർട്രിയിൽ ഞങ്ങള് ഒരു 9 മണി എന്തോ ആയപ്പോ 10 മണിയൊക്കെ ഞങ്ങൾ എല്ലാരും മനസ്സിൽ സെറ്റാക്കി. അതൊരു ഹാർബർ ഏരിയ ആണല്ലോ. അപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് 12 മണിക്ക് ശേഷമേ അവിടെ കട തുറക്കും. അതായത് 12 മണിക്ക് ശേഷമേ അവര് ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങും. പിന്നെ ഞങ്ങള് ബർഗറും സാൻഡ്വിച്ചും നമ്മളവിടുത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ നമ്മൾ അവിടെ കനത്തിൽ കഴിക്കുന്നു. നമ്മൾ മല കയറി നമ്മൾ നേരെ മല കയറും. അതായിരുന്നു നമ്മുടെ പ്ലാൻ. പക്ഷെ നമുക്കത് വല്ലാത്ത റെഡി. അതുകൊണ്ട് നമ്മുടെ ഒരു നമ്മൾ വേറൊരു സ്റ്റോപ്പും കൂടെ ഉണ്ടായിരുന്നു. ഒരു വാട്ടർഫോൾ ഉണ്ടായിരുന്നു. നമ്മുടെ ഫെറിറൈഡ് സൂപ്പറായിരുന്നു. ഡോൾഫിനെ കാണുന്നൊക്കെ പറഞ്ഞ ഇപ്പൊ ഒരു ഡോൾഫിൻ. എനിക്ക് പിന്നെ നമ്മള് ഫെറി ഇറങ്ങി കഴിഞ്ഞിട്ട് ഈ പോർട്ടിലൊക്കെ ഉള്ള ആ റൂട്ടില്ല, അത് നല്ല റൂട്ടാണ്. കാരണം നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഈ സൈഡിൽ ഫുള്ള് കടല്, അത് നല്ല കുഞ്ഞു വഴി. എനിക്കത് കാറിൽ പോയോണ്ടായിരിക്കും അത് കുറച്ചും കൂടെ ഒന്ന് കാണാൻ പറ്റില്ല. വാനിലാണ് നമുക്ക് കൺസിസ്റ്റഡ് അല്ലേ പറഞ്ഞത്, വാനിലാണ് നമ്മൾ അങ്ങനെ നോക്കി. പിന്നെ വലിയ വിൻഡോസ് ആണ്, വലിയ സ്ക്രീനൊക്കെ വലുതാണ്. കാറിലെപ്പോഴല്ല വാനിൽ എനിക്കത് ഇഷ്ടപ്പെട്ടു. നല്ല ഒരു പീസ്ഫുൾ, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. കുറെ ശല്യങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങള് പിന്നെ ഫെറിറൈഡ് നന്നായിരുന്നു. പക്ഷെ ഫെറിറൈഡിൽ എനിക്കും ചെയ്യാൻ പറ്റില്ല. ഇവരങ്ങോട്ട് കയറ്റി വിട്ടില്ല, ഇവിടെ മാത്രം പാസഞ്ചേഴ്സിൽ പറ്റില്ല. ഞാനപ്പോ ഇതിന്റെ സ്റ്റാച്ചിനെ കാണുമ്പോ പേര് നഷ്ടത്തിലാണോ. പിന്നെ ഞങ്ങള് ഫുൾ അവിടെയുള്ള സീറ്റുകൾ എണ്ണാൻ തുടങ്ങി. എത്ര സീറ്റ് വയ്ക്കേണ്ടതുണ്ട്, ഫുൾ എത്ര സീറ്റ് കപ്പാസിറ്റി ഉണ്ട്. 3 പൗണ്ടാണ് ഒരു റൈഡറിന് ഒരാൾക്ക്. ആ 3 പൗണ്ട് കൊടുത്താൽ കമ്പനി നഷ്ടത്തിലാണോ ലാഭത്തിലാണോ? കമ്പനി നഷ്ടത്തിലാണ്. ആ ഫെറി കമ്പനി നഷ്ടത്തിലാണ്. നമ്മളൊരു മൂലയില് മറ്റേ മൂലയില് ഭയങ്കര ഡിസ്കഷൻ. കമ്പനി നഷ്ടത്തിലാണോ ലാഭത്തിലാണോ എന്നുള്ളത്. അതിന് ഏത് കമ്പനി ചെറിയ ഇത്ര വണ്ടിയുണ്ട് ഇതിനകത്ത്, ഇതിനകത്ത് ആൾക്കാരുണ്ട്, എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത്ര ആൾക്കാർ ജോലി എടുക്കുന്നു. ഇത് പോരാണ്ട് അവിടെ എന്തോ ഫ്രീ ആയിട്ട് എന്തോ കിട്ടുന്നത്, ഒരു ഐസ്ക്രീം. ശരിയാ, നമ്മള് മേടിച്ചില്ല. അപ്പൊ നമ്മുടെ ഗൈഡ് എടുത്തോണ്ട് അല്ല ആള് മേടിച്ചതാണ്. കാശ് കൊടുക്കുന്നത് വെറുതെ അല്ല, എല്ലാരും മേടിക്കാൻ പറ്റില്ല. നമ്മളന്ന് രാത്രിയില് ഞങ്ങള് കുറച്ച് പേര് ഞങ്ങളൊരു 5 പേര് എഡിൻബറയില് നടക്കാൻ പോയി. ഞാൻ ഓൾറെഡി എഡിൻബറ ഫ്ലൂക്ക് ഇറങ്ങിയത്. ഫ്രണ്ടിനെ കണ്ടപ്പോ, ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെ എഡിൻബറയിൽ നമ്മള് നാഷണൽ മ്യൂസിയം അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിയാ, മ്യൂസിയം ഒരു നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഫീൽ ചെയ്തെന്ന് വെച്ചാല് നമ്മൾ കുറെ അധികം ടൈം സ്പെൻഡ് ചെയ്യും. കാരണം ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മൾ കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ മ്യൂസിയം കുറച്ചുകൂടി കാണാമായിരുന്നു. നമുക്ക് ക്യാസില് നമ്മൾ വന്നപ്പോഴേ ഇട്ടാവാൻ തുടങ്ങിയായിരുന്നു. പിന്നെ പക്ഷെ ഉണ്ടല്ലോ, നമ്മൾ ഉച്ചക്ക് മിസ്റ്റേക്ക് കയറിയായിരുന്നെങ്കിലും നമ്മൾ ആ ടൈം ആകും പുറത്തിറങ്ങാൻ. കാരണം അത്ര അധികം കാണാറുണ്ട്. നമ്മളിപ്പോ ഡീൻ വില്ലേജ് ഒഴിവാക്കിയിരുന്നെങ്കിൽ ചിലപ്പോ കുറച്ചുകൂടി നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയത്.
കുഴപ്പമില്ല ഇതൊക്കെ കണ്ടല്ലോ. നമ്മള് ചുമ്മാ കണ്ടുപോകുന്നവർക്ക് കുഴപ്പമില്ല. നമ്മള് കാണുന്നു എന്താ സംഭവം വായിക്കുന്നു, അപ്പൊ എന്തെങ്കിലും ലിങ്ക് ബാക്കിൽ കിട്ടും. പിന്നെ അപ്പൊ അത് നമ്മള് തപ്പിപ്പോകും. അത് തപ്പി അവിടെ നമ്മള് പോകും. മറ്റേ മില്ലേനിയം ക്ലോക്ക് ക്ലോക്ക് വർക്ക് ചെയ്യുന്നത് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 4 മണിക്കാണ്. ഞാൻ വേറെ ഏതോ ഒരു ഫോണില്ല ഞാൻ നിൽക്കുന്നത്. ഞാൻ എന്റെ ഫോണിൽ ഞാൻ എത്രയോ സമയത്ത് 4 മണിക്കാണ് ഞാൻ ഞാൻ അലാം വെച്ചു. നമ്മളെല്ലാം സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഞാൻ എന്നിട്ട് 360 അലാം വെച്ചപ്പോ ഞാൻ അവിടുന്ന് കറങ്ങി തിരിഞ്ഞ് എനിക്കിത് കാണണം പറ്റത്തില്ല എന്ന് ഞാൻ തീരുമാനിച്ച് ഓടി കറങ്ങി ചാടി ഞാൻ വന്ന് ഞാൻ ഇങ്ങനെ നിൽക്കുക. 4 മണിയായിട്ട് അടിച്ചിട്ട് ഞാൻ പോകും. അത് തുടക്കുന്നുണ്ട് ഞാൻ അത് നമ്മള് കയറി കഴിഞ്ഞപ്പോ എല്ലാം സ്പ്ലിറ്റായിട്ട് ഞാനും സാന്ദ്രയും കൂടെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഞങ്ങൾ നോക്കുമ്പോ ഒരു പെൺകുട്ടി നമ്മുടെ മീനല്ലേ ഓടിപ്പോണം, നീ എങ്ങോട്ടാ ഓടിപ്പോണേ, 4 മണിക്കാ ബെല്ലടിക്കാം. പിന്നെ ഞങ്ങൾ 3 പേരായി. രാത്രി പോയപ്പോഴത്തേക്കും നമ്മള് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യണം. ഡിസ്റ്റൻസ് അങ്ങനെ പറഞ്ഞത് നമ്മള് ബസ്സിന് നമ്മൾ പോയി ഇടുന്ന നൈറ്റ് വേറൊരു വൈബാണ്. വീക്കെൻഡും ആണ് ഹാലോവീനും ആണ്. നൈറ്റ് ശരിക്കും നല്ല Vibe തന്നെയാ. നല്ലൊരു വൈബ്. പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഈ ഹാരി പോട്ടറിൽ മറ്റേ എലിഫന്റ് കഫേ കാണുന്നു. അങ്ങനെ മറ്റേ വിക്ടോറിയ സ്ട്രീറ്റിൽ പോയി അതൊക്കെ കണ്ടു. ഓൾഡ് എഡിൻബറ ടൗൺ കണ്ടു, ന്യൂവും കണ്ടു. പിന്നെ ആ കാസിൽ ഫുള്ള് ഞങ്ങൾ കറങ്ങി താഴെ കൂടെ. നല്ല നൈറ്റ് ഒന്നാമത് ഹാലോവീൻ എന്നൊക്കെ പറയുന്ന ഒരു സ്പോർട്ടി വൈബ് കൊള്ളായിരുന്നു. മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. രാത്രിയിലത്തെ ആയിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ ഒരു 10 മിനിറ്റ് ഞാൻ ഒറ്റയ്ക്ക് ഞാൻ എക്സ്പ്ലോർ ചെയ്തായിരുന്നു വഴിതെറ്റി പോയി. അത് ആ ജലത്തിന്റെ കൂടെ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിപ്പോയി. പക്ഷെ അതും കൊള്ളായിരുന്നു. പേടിയൊന്നും നമുക്ക് തോന്നേണ്ട ആവശ്യമില്ല. സ്പോർട്സ് മോണമെന്റ് വെച്ച് നമ്മൾ പിന്നെ കണ്ടു. തപ്പാൻ പോയ ആളുടെ ഫോൺ നമുക്ക് അവനെയും കാണുന്നില്ല, നീവിനെയും കാണുന്നില്ല. നീവിനെ അവനെ കാണുകയാണെങ്കിൽ പിന്നെ തപ്പാൻ ഒരാളെ ഇറക്കി വിട്ടിട്ടുണ്ട്. ഞങ്ങൾ ഒരു ഫോൺ ഓഫായിട്ട് പോയി, ചാർജില്ല. അവനെയും കൂടെ തപ്പിയെടുത്ത് അങ്ങോട്ട് വന്നാൽ മതി. ഞാൻ മാപ്പ് നോക്കിയിട്ട് 10 മിനിറ്റേ ഉള്ളൂ സ്പോർട്സ് മോണമെന്റ്. ഒറ്റ വഴിയേ ഉള്ളൂ. നമുക്കിപ്പോ കുറെ മനുഷ്യർ അതിൽ പോകുന്നുണ്ട്. ഇൻവെർനെസ്സിൽ നമ്മള് NC500 നോർത്ത് കോസ്റ്റ് 500 എന്ന് പറഞ്ഞ റോഡ് അത് നമുക്ക് മിസ്സായി. നമ്മള് ഞാൻ ഇങ്ങനെ ചോദിക്കണ്ട് ഈ ബോർഡ് ഇങ്ങനെ കണ്ട് ഇതെന്താന്ന് ചോദിക്കുന്നത്. എന്നോട് ഇക്ക പറഞ്ഞു എനിക്ക് ഇതിനെ കുറിച്ച് ധാരണ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിവിടെ വന്നിട്ടാണ് അറിയുന്നത് NC500 പറഞ്ഞാൽ നല്ലൊരു വേൾഡിലത്തെ ഒരു ബെസ്റ്റ് റോഡ് തന്നെയാണ്, ഒരു റൂട്ടാണ്. അതിന്റെ അകത്ത് തന്നെ അതൊരു 500 മൈൽസോ കിലോമീറ്റേഴ്സോ ഉണ്ട്. ഇൻവെർനസ് തുടങ്ങി ഇൻവെർനസിൽ തന്നെ എൻഡ് ചെയ്യും. അതിന്റെ അകത്ത് എല്ലാ സ്റ്റോപ്പും കണ്ട് പോകാൻ തന്നെ 4 ദിവസം വേണം എന്നാ പറയാം. നമുക്ക് അത് മിസ്സായി, അതൊന്ന് കാണണം എന്നുണ്ട് ഇനി പോകുമ്പോ. നമ്മുടെ സ്റ്റേ ആക്ച്വലി നല്ലതായിരുന്നു. നമ്മുടെ ലാസ്റ്റ് ഡേ ഓഫ് സ്റ്റേ നല്ല പിന്നെ നമ്മൾ ഇൻവെർനസിലേക്ക് പോയ റൂട്ട് അത് വല്ലാത്തൊരു റൂട്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മളാ ട്രെക്കിങ് കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു 3 hours ഇൻവെർനസിലേക്ക് ഉണ്ടായിരുന്നു. ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ ഈ വണ്ടി തിരിഞ്ഞ് നമ്മളിങ്ങനെ ഒരു മല കയറി തുടങ്ങി. മല കയറി തുടങ്ങുമ്പോൾ എന്താണ് വല്ലാത്തൊരു പോക്കാണല്ലോ ഇത്. കാറിൽ ഇടയ്ക്ക് ലൈറ്റ് ഓഫ് ആക്കും. ആ ഇരുട്ട് എന്തോരം ഉണ്ടെന്ന് അറിയാനായിട്ട് ആദ്യം ഇങ്ങനെ പറയും. അപ്പൊ ഞാൻ ഡിസ്റ്റൻസ് ലൈറ്റ് ഓഫ് ആക്കും, അങ്ങനെ ലൈറ്റ് ഓഫ് ആക്കും. ഒരു പോയിന്റ് ഇപ്പൊ ഇപ്പൊ പറയാണ്ട് ലൈറ്റ് ഓഫ് ആക്കും. അപ്പൊ നമ്മള് നോക്കുമ്പോ ഫുള്ളി ഇരുട്ട്. നമ്മള് പ്രേതക്കഥയൊക്കെ പറഞ്ഞ് ഇപ്പൊ ആരെങ്കിലും നമ്മളെ അറ്റാക്ക് ചെയ്യാൻ എന്ത് ചെയ്യും, ഒരു പ്രേതം വന്ന് എന്ത് ചെയ്യും, അതൊക്കെ ഞങ്ങള് പോയത്. പിന്നെ ഞങ്ങളുടെ മുമ്പിൽ ഇവൻ പോകുന്നോണ്ട് അതെ പോകുന്നോണ്ട് നമുക്ക് അങ്ങനെ വലിയ വളവൊക്കെ നമുക്ക് നേരത്തെ അറിയാം. വളവുണ്ട്. ഓപ്പോസിറ്റ് വന്ന വണ്ടികൾ വളരെ കുറവായിരുന്നു. അധികം വണ്ടിയൊന്നും ഇല്ലായിരുന്നു. എന്നെ ഒത്തിരി ഇരുട്ടുമായില്ല, പക്ഷെ ഒത്തിരി ലേറ്റ് നൈറ്റും അല്ലായിരുന്നു. ഒരു ഹമ്പുണ്ടായി, ഹമ്പ് കാണാൻ പറ്റില്ല. ഹമ്പ് ചാടിക്കഴിഞ്ഞപ്പോ അവൻ ഹസാർ ലൈറ്റ് ഓൺ. ഇവരെന്താ ഇപ്പൊ ഹസാർ ലൈറ്റ് ഓൺ ആക്കി. അപ്പൊ ഞാനും ഹമ്പയാണ്. അപ്പൊ ഞങ്ങൾ പറയുകയും ചെയ്തായിരുന്നു. അപ്പാണ് പിന്നെ നല്ലൊരു ഇതായിരുന്നു. വെച്ചാൽ നമ്മളൊരു ഓൾമോസ്റ്റ് 2.5 hours നമ്മൾ ആ കൊടുങ്കാറ്റൂടെ നമ്മൾ പോയിട്ടുണ്ട്. നല്ല എനിക്ക് നല്ലൊരു വ്യൂ ആണ് നമ്മൾ മിസ് ചെയ്തത് രാത്രി. ആ ടൈമില് ഈ 2.5 മണിക്കൂറില്
നമ്മളെ നമ്മളെ നമ്മൾ കണ്ട വണ്ടികൾ എന്ന് പറഞ്ഞാൽ 2 or 3 വണ്ടികൾ നമ്മളെ പാസ് ചെയ്ത് കൊടുക്കും. അത്രയും ഒരു ഇതായിരുന്നു. പിന്നെ ഒരു പോയിന്റ് ഇപ്പൊ ആ റോഡിൽ നിറയെ ഓരോ റാബിറ്റും അതും ഇതും ഒക്കെ. പിന്നെ നമ്മള് മാന കണ്ടായിരുന്നു പോണത്. നമ്മള് മാനയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മള് ഹൈലൻഡ് മ്യൂസിയം കണ്ടായിരുന്നു. ഒരു ഡിസ്റ്റിലറി. എന്ന് പറഞ്ഞാൽ മാത്രം പശുവാണ്. എനിക്കറിയില്ല, ഞാൻ അവിടെ ഉണ്ടായില്ല. അപ്പൊ അങ്ങനത്തെ ഒരു പിന്നെ പറഞ്ഞാൽ ഓരോ യാത്രകളും ഓരോ റിയലൈസേഷനാണ്. നമ്മളെ ഒരു എനിക്ക് നമ്മൾ ഈ KSRTC സൈറ്റ് പോകാന്ന് പറയണ പോലെ ഓരോ യാത്രകളും എനിക്ക് അവിടെ പോയിട്ടാണ് എനിക്ക് എൻ്റെ വലിയ റിയലൈസേഷൻ ഉണ്ടായി. അതായത് പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കാപ്പി കുടിക്കാതെ നടക്കാൻ പറ്റില്ല, രാവിലെ കാപ്പി കുടിക്കണം, അതെൻ്റെ ഒരു ഒരു ഇതാണ്. എന്തൊക്കെ പോയാലും ഞാൻ കാപ്പി ഒരിക്കലും ഞാൻ മിസ്സാക്കില്ല. അപ്പോൾ ഞാൻ വിചാരിക്കണം, അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലും ഇല്ല. പക്ഷെ നമ്മൾ ചിന്തിച്ചൊക്കെ ചെയ്യണം. ഞാൻ ഒരു ദിവസം അത്രയധികം കാപ്പി കുടിക്കുന്നത്, കാപ്പി കുടിച്ച് എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് എനിക്ക് സ്കോട്ട്ലൻഡ് എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത് എനിക്ക് രാവിലെ കാപ്പി ഇല്ലാണ്ട് പറ്റില്ല. അവിടെ ഓരോ സ്റ്റേയിലെത്തുമ്പോൾ ഞാൻ ആദ്യം നോക്കുന്നത് അവിടെ കെറ്റിലുണ്ടോ, അവിടെ കാപ്പിപ്പൊടി ഉണ്ടോ, അവിടെ പഞ്ചസാര ഉണ്ടോ എന്നാണ്. എല്ലാവരും പോയിട്ട് ബ്രെഡുണ്ടോ, പുറപ്പുണ്ടോ, കെറ്റിലുണ്ടോ, കാപ്പിലുണ്ടോ, പഞ്ചസാര ഉണ്ടോ. രാവിലെ എങ്ങനെ പോയാലും രാവിലെ മറ്റേ ട്രാവൽ മെൻറ്റ് കാപ്പി ആക്കിയിട്ടേ ഞാൻ വണ്ടി കയറത്തുള്ളൂ. അങ്ങനെ നല്ല രസമായിരുന്നു. കൊറേ ഫണ്ണുണ്ടായി. ഒരാള് കൂടുന്നുണ്ടെങ്കിൽ കാണാൻ പോയി. അത് വല്ലാത്തൊരു ഇതായിരുന്നു. ഞങ്ങളൊരു ഫ്രണ്ട് സാറ അപ്പോ വാനിലെ ഞാൻ ഗൗരവത്തിനെ കാറിൽ ഞാൻ ഇങ്ങനെ വിളിച്ചിട്ട് എന്തോ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം. കാരണം ശരിക്കും എന്തൊരു റെഡിഷ് സൺസെറ്റ് ആയിരുന്നു. അപ്പൊ സാറ് ഫ്രണ്ട് സീറ്റിലാണ് ഇരിക്കുന്നത്. സാറോട് ഞാൻ പറഞ്ഞു നോർത്തേൺ ലൈറ്റ്സ് എന്ന് പറഞ്ഞു. അപ്പൊ സൈഡിലിരുന്ന് ഉറങ്ങിപ്പോയി. അപ്പൊ ഗൗതം ആ വണ്ടിയിൽ ഉറങ്ങാണ്ടിരിക്കുന്ന രണ്ടുപേരും ഞാൻ ഗൗതം ഞാൻ ഒരു ബ്രിഡ്ജിന്റെ അവിടെ നൈസ് വ്യൂ കണ്ടപ്പോ സാറാ ബ്രിഡ്ജ് ഇൻവെർണസ് നമ്മൾ ബ്രിഡ്ജ് കയറുന്നു, അപ്പുറത്ത് സിറ്റി. അപ്പൊ നല്ലൊരു അപ്പൊ നമ്മൾ അത് പ്രതീക്ഷിച്ചാണ് നമ്മൾ പകല് പോകുന്നത്. ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് അതായിരുന്നു രസം. അപ്പൊ അത് കാണിക്കാൻ സാർ എന്നെ വിളിച്ചതാ. സാറാ നോർത്തേൺ ലൈറ്റ്സ് എന്ന് പറഞ്ഞ് ചാടി ഞാൻ നോക്കുമ്പോ പെട്ടെന്ന് ഒരു വാർണിംഗ് സൗണ്ട് വരുന്നു. ഡാഷ്ബോർഡിലേക്ക് നോക്കുന്നത് അപ്പൊ കൈമ പിടിച്ചിരിക്കുക സാർ എവിടെ പോണ്. ഞാൻ വെച്ച സാറൊക്കെ വോമിറ്റിങ്ങോ യാത്ര പോകുമ്പോൾ ശ്രദ്ധിക്കുന്ന ആൾക്കാരൊക്കെ. അപ്പൊ എനിക്ക് മനസ്സിലായത് ഉറക്കപ്പിച്ചില് വേറെ എന്തോ സ്വപ്നം എന്തോ കണ്ടിട്ട് ഡോറ് തുറന്ന് പുറത്തേക്ക് ചാടാൻ പോവാണ്. അപ്പൊ തന്നെ ഞാൻ ബാക്കോട്ട് നോക്കിയപ്പോ 3 പേര് ഫ്ലാറ്റ്. ഇവരെങ്ങാനും സ്വപ്നം കണ്ട് ചാടിപ്പോയാ നടക്ക് ഒരക്കം പോലും ഇല്ല. ഇത്രയും വലിയ ബഹളം ഉണ്ടായിട്ട് ഞങ്ങളിന്ന് സാറിനെ തൂക്കുന്നുണ്ട്. സാർക്കും വലിയ ബോധമില്ല എന്താ സംഭവം, സാർക്കും വലിയ മനസ്സിലാവുന്നില്ല. ഇത് പറഞ്ഞ് ചിരിക്കാൻ ആരും ചിരിക്കാൻ എണീറ്റല്ലേ നമുക്കിത് പറഞ്ഞ് ചിരിക്കാൻ പറ്റും. പിന്നെ യാത്ര നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു. ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇങ്ങനെ ഞാനും എന്റെയും ഗൗതത്തിന്റെ ഒരു നമ്മളൊരു യാത്ര നിന്നാണ് ഈ ഗോഡാങ്കോളം എന്നുള്ള യൂട്യൂബ് ചാനൽ വരെ കുറെ യാത്രകളൊക്കെ പോവാം. How far is too far? Let's go and see. അപ്പം നിങ്ങൾക്കും നിങ്ങളെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും അതെ ഞാൻ പറഞ്ഞ ഒരു വലിയ റോഡ് ട്രിപ്പ് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഇപ്പോൾ എങ്കിലും എല്ലാവരും കൂടെ ചെറിയ ട്രിപ്പാണെങ്കിൽ ഓർപ്പിക്കാൻ പറ്റുന്നത് പ്ലാനിങ്ങിനൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ കൺസൾട്ട് ചെയ്ത പോലെ സ്കോട്ടിഷ് മെല്ലുമായിട്ട് കൺസൾട്ട് ചെയ്യാൻ വേണമെങ്കിൽ നമ്മൾ പറഞ്ഞുതരും എന്തൊക്കെ ചെയ്യണം, എവിടൊക്കെ പോകണം, എന്തൊക്കെ ചെയ്യരുത്, എവിടൊക്കെ സ്റ്റേ എടുക്കരുത്.
അല്ല നമ്മൾ ഇതിനു മുമ്പും നമ്മൾ പീക്ക് ഡിസ്ട്രിക്റ്റ് നമ്മളെല്ലാവരും ഒരുമിച്ചൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. ഒരു വർഷം മുമ്പൊക്കെ ഞങ്ങൾ പക്ഷെ അതൊക്കെ ജസ്റ്റ് വൺ ഡേ പക്ഷെ ട്രിപ്പ് അത് പോലെ. boys trip ആയിരുന്നു. ഞങ്ങള് girls, ഞങ്ങള് fun elements, ഞങ്ങള് fun അതെ, factors ഇല്ലായിരുന്നു. അത് പെട്ടെന്നുള്ളൊരു ട്രിപ്പായിരുന്നു. ഒരു ദിവസം പിറ്റേന്ന് ഓഫാണ്, പിറ്റേന്ന് സൺറൈസ് കാണാൻ പോയത്. പിറ്റേന്ന് എനിക്ക് ഓഫാണ്, ബാക്കി എനിക്ക് ഞാൻ മാത്രം ഫ്രീ ആണ്. എന്നുവെച്ചാൽ ഞാൻ ആ സമയത്ത് കണ്ടിന്യൂ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത്. അപ്പോൾ ഇങ്ങനെ രാത്രി പിറ്റേന്ന് ഓഫാണ്. അപ്പോൾ നമ്മളിങ്ങനെ കഥയൊക്കെ പറഞ്ഞിരിക്കുമല്ലോ. അപ്പോൾ വിനായകനായിട്ട് ഞാനും വിനായകനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആണ് നമുക്ക് സൺറൈസ്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഒരു ആഗ്രഹം പറയണത്, ഒരു സൺറൈസ് നമ്മൾ പോകുന്നു, ഒരു വാലിയുടെ അവിടെ നമ്മൾ വണ്ടി നിർത്തുന്നു, നമ്മൾ ഡിക്കി തുറന്ന് നമ്മൾ ഡിക്കി കണ്ടുപിടിക്കുന്നു. അപ്പോൾ നമുക്ക് അവിടെ ചെയർ ഉണ്ടായിരുന്നു വീട്ടിൽ, ഈ ക്യാമ്പിങ് ചെയർസ് ഉണ്ട്. ക്യാമ്പിന് അപ്പോൾ നമ്മൾ 1-2 പേരെ ചേർന്നിരിക്കും, നമുക്ക് സ്വന്തമായിട്ട് കാപ്പി കുടിക്കും, നമ്മളിങ്ങനെ സൺറൈസ് പോകണം, നമുക്ക് നാളെ തന്നെ പോവാം, നമ്മൾ ആർക്കും പണിയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ അന്ന് രാത്രി തന്നെ എവിടെ പോകുന്നു ഡിസൈഡ് ചെയ്ത് നമ്മൾ റോച്ചസ് പോകാൻ തീരുമാനിച്ച് പിറ്റേന്ന് രാവിലെ എല്ലാത്തിനെയും കുത്തിപ്പൊക്കി ഞങ്ങൾ റോച്ചസ് പോയി. ഞാൻ നിങ്ങളോട് എവിടെ പോകണമെന്ന് ഞാൻ ലെസ്റ്ററിൽ എവിടെയോ സൺറൈസ് കാണാൻ പോകണമെന്ന് വിചാരിച്ചു. സൺറൈസ് കാണുന്ന മാത്രം എല്ലാവർക്കും അറിയത്തുള്ളൂ, സ്ഥലം എവിടെയാന്ന് ആരും നോക്കിയിട്ടില്ല. ഞാൻ തന്നെ ലെസ്റ്ററിൽ എവിടെയോ പോണു, ബ്രാഡ്ഗേറ്റ് പാർക്ക് അങ്ങനെയാണെന്ന് ഞാൻ വിചാരിച്ചത്. ഉറങ്ങുന്നതിന് മുമ്പ് പിന്നെ ഞാൻ വണ്ടിയിലിരുന്നു കണ്ണു ഇതിന്റെ വെടി കുറെ നേരം എത്തി. ഉറങ്ങുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ നയനാസിനെ അറിയത്തില്ലായിരുന്നു, വണ്ടി ഓടിക്കുന്നതെന്ന് അറിയത്തില്ലായിരുന്നു, എങ്ങോട്ടാ പോകണ്ടായിരുന്നു. അപ്പൊ അവൻ വിചാരിച്ച് തൊട്ടടുത്തുള്ള സ്ഥലമാണ്. പറഞ്ഞടാ വണ്ടി പിടിക്കാൻ ക്യാമറ ഇവിടം വരെ ഇവിടെ അടുത്തല്ലേ പോകണം, അല്ല കുറച്ച് ദൂരം ഉണ്ട്. അപ്പൊ അതെ റോച്ചസും ഉള്ളായിരുന്നു. ഇതൊന്നും നോട്ട് അബൌട്ട് ദ പ്ലേസസ്, ഹൂ ഈസ് ബിസൈഡ് യു, നമ്മുടെ കൂടെ ആരാണ് നമ്മൾ. അതൊക്കെ ഒരു പണ്ട് ഞാൻ എവിടെ ചോദിച്ചതാണ് ജേർണി ആണോ ഡെസ്റ്റിനേഷൻ ആണോ ഇഷ്ടം. ഞാനിങ്ങനെ സ്വയം ഓർത്തു, ഡെസ്റ്റിനേഷൻ സ്ഥലം കാണുമ്പോൾ ജേർണി, അപ്പൊ ഞാൻ ഓർത്തു എനിക്ക് ജേർണി ആയിരിക്കും എന്ന്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി, ഈ ട്രിപ്പൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കിട്ടിയ ഒരു റിയലൈസേഷൻ എന്ന് പറഞ്ഞാല് ജേർണിയും ഡെസ്റ്റിനേഷനും അല്ല, ആ ജേർണിയിൽ നമ്മുടെ കൂടെ ആരുണ്ടോ അതാണ്. നമ്മളൊരു പീപ്പിളിന്റെ കൂടെ, ഒരു ബോറായിട്ടുള്ള ഗ്രൂപ്പിന്റെ കൂടെ നമ്മളൊരു അടിപൊളി ഡെസ്റ്റിനേഷനിൽ പോയാൽ ഒരു രസമായിരിക്കില്ല. പക്ഷെ ഒരു അടിപൊളി ഒരു സെറ്റ് ഓഫ് ആൾക്കാരുടെ കൂടെ വലിയ കാണാനില്ലാത്തൊരു സ്ഥലത്ത് പോയാലും അതൊരു ഭയങ്കര മെമ്മറബിൾ ആയിട്ട് സൂപ്പറായിരുന്നു. അല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ എനിക്ക് ഇമ്പോർട്ടൻസ് എന്ന് എനിക്കിപ്പോ ഫീൽ ചെയ്യുന്നത് ആരുടെ കൂടെ പോകുന്നു, ഏത് ഗ്രൂപ്പിന്റെ കൂടെ പോകുന്നു. നമ്മുടെ സിനിമയിൽ സുരേഷ് ഗോപി പറയുന്ന പോലെ യാത്രകൾ ഒരിക്കലും അവസാനിക്കാതിരുന്നെങ്കിൽ, യാത്രകളെ ഏറ്റവും മനോഹരമാക്കുന്നത് അതിന്റെ ഒരു തിരിച്ചുള്ള വഴിയും, അത് പിന്നെ നമ്മള് ഒരാളോട് അതിനെക്കുറിച്ച് ഒരാളോട് സംസാരിക്കുന്നതും, അതൊക്കെയാണ് യാത്രകളെ കൂടുതൽ മനോഹരമാക്കുന്നത്. എനിക്ക് ഞാനിത് പറയാൻ എനിക്കൊരു പേഴ്സണലായിട്ട് വേറൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ കവ ഐലൻഡ് കാണുമ്പോൾ, കവ ഐലൻഡ് തൃശ്ശൂർ പാലക്കാട് ഉള്ള ഒരു ഇതാണ്. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഞങ്ങൾ ചുമ്മാ ഞങ്ങളൊരു 8-10 പേരുണ്ടായിരുന്നു എൻ്റെ ക്ലാസ്സിലുള്ള. ഞങ്ങളൊരു 8-10 പേര്. ഞങ്ങളുടെ ആഗ്രഹം കൊടൈക്കനാൽ പോകാൻ ഞങ്ങളുടെ ആഗ്രഹം. കൊടൈക്കനാൽ ഞങ്ങൾക്ക് ഇതുവരെ പോകാൻ പറ്റില്ല. കൊടൈക്കനാൽ ഞങ്ങൾ അന്നോട്ട് പ്ലാൻ ചെയ്തു കൊടൈക്കനാൽ പോകും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ശരി നമുക്ക് തൃശ്ശൂരോ തൃശ്ശൂരോ പാലക്കാടോ എറണാകുളത്തോ അങ്ങനെ എന്തെങ്കിലും ഒരു. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ 1-2 പേർക്ക് പുതിയ ബുള്ളറ്റ് മേടിച്ചു. അപ്പോൾ നമുക്കൊരു റോഡ് ട്രിപ്പ് വേണം. അപ്പോൾ ഞങ്ങളങ്ങനെ കവ ഐലൻഡ് കാണാൻ പോയി. കവ ഐലൻഡ് കാണാൻ പോയിട്ട് അവിടെ ആരും ചോദിക്കാനും ഇല്ല ഇത് കവ ഐലൻഡ് ഇതാണോ, എവിടെ പോയി എന്ത് കാണണമെന്ന് ഞങ്ങൾക്കൊരു അറിയത്തും ഇല്ല. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾ ഒരു പേജ് ഉണ്ടാക്കി ഞങ്ങളുടെ ഒരു ക്ലാസ്സിൻ്റെ. അപ്പം അന്ന് ഞാൻ ട്രാവലോഗ് എഴുതിയിരുന്നു കവ ഐലൻഡിനെ കുറിച്ചൊരു ട്രാവലോഗ്. അപ്പോൾ അത് ട്രാവലോഗ് വായിച്ചിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അവൻ കമൻറ്റ് കിട്ടായിരുന്നു അവിടെ പോയപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും ഒരു ഇതുണ്ടായിരുന്നില്ല, സന്തോഷമോ അത് കാണുമ്പോൾ ഒരു ഇതുണ്ട്. പക്ഷെ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ വീണ്ടും ഓർക്കുമ്പോഴും നമ്മളതിനെക്കുറിച്ച് വീണ്ടും ചിന്തിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ആണ് ആ യാത്രയുടെ ഒരു മനോഹാരിത
ഒരു ഒരു പൂർത്തിയാവുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ഒരു സംസാരത്തിലൊക്കെയാണ്. 2 more trips. അതെ ഇനി നമുക്ക് കുറെ More പോട്ടെ. trips together. അതെ മൈൽസ് ടു ഗോ ബിഫോർ മൈ സ്ലീപ്പ്. Nice to meet you. Thank you guys. Bye. അപ്പോൾ see you. Bye. Bye.